ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ മക്കളെ, നമ്മളിന്ന് ഒരു പിടി മല്ലിയില ഉണ്ട്. ഈ മല്ലിയില വെച്ചിട്ട് നമ്മൾക്ക് ഇന്നത്തെ ചോറിനുള്ള കറി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ, അടിപൊളി ടേസ്റ്റ് എന്ന് പറയാം, അത്രക്കും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ വേറെ ഒരു സംഭവം വേണ്ട, നമുക്ക് ഈ ഒരു ചമ്മന്തി കൂട്ടിയിട്ട് വേണം നമുക്ക് ചോറ്, ഒരു പ്ലേറ്റ് ചോറ് വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ അത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിൽ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാണ്ട് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണം, എന്നാലാണ് ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എന്നിട്ട് നമ്മൾ നിലക്കടല കുറച്ച് ഇട്ടിട്ടുണ്ട്, പിന്നെ കടലപ്പരിപ്പില്ലേ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒക്കെ ഓരോ ടീസ്പൂൺ അളവിന് ഇട്ട് കൊടുത്താൽ മതിയാകും. പിന്നെ നമ്മൾ ഒരു നുള്ള് നല്ല ജീരകവും അതുപോലെ വെള്ള ഉഴുന്നില്ലേ അത് ഒരു 1/4 ടീസ്പൂണോളം കേട്ടോ, ഒന്നും കൂടാൻ പാടില്ല. ഒക്കെ നമ്മൾ എടുക്കുന്നതിൻ്റെ അളവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതിയാകും. അങ്ങനെ ഞാൻ ഇട്ട് കൊടുത്തിട്ട് അത് നന്നായി ഒന്നങ്ങോട്ട് ചുവന്ന കളർ ആകുന്നത് വരെ ഒന്നങ്ങോട്ട് വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതേ വെളിച്ചെണ്ണയിൽ തന്നെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ മുളക് നല്ല എരിവുള്ള കാരണം ഞാനൊരു 6 മുളകാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. പിന്നെ 2 വറ്റൽമുളകും കൂടി പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും അതുപോലെ എണ്ണയിലിട്ടിട്ട് ഒന്ന് അങ്ങോട്ട് വഴറ്റിയിട്ട് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി വെച്ചതിൻ്റെ ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു 5 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 5 തക്കാളി നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതേ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഇനി അതിൻ്റെ കൂടെ തന്നെ ഒരു കറിവേപ്പിലയുടെ തണ്ടിൽ നിന്ന് ഊരിയിട്ട് അതും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതേ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഉപ്പ് ഇട്ട് കൊടുത്താൽ ഇതിലത്തെ വെള്ളമൊക്കെ ഇങ്ങനെ എളുപ്പം കിനിഞ്ഞ് വരും. നമുക്ക് വെള്ളം പോലെ പാടില്ലല്ലോ, അപ്പോൾ ഇതിലത്തെ വെള്ളമൊക്കെ നമുക്ക് വറ്റിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഇങ്ങനെ തക്കാളിയിൽ ഉപ്പിട്ടിട്ടുണ്ടെങ്കിൽ ആ വെള്ളമൊക്കെ ഇങ്ങനെ ഊറി വന്നിട്ട് നമ്മളിങ്ങനെ വഴറ്റിയെടുക്കും തോറും ആ വെള്ളം വറ്റി കിട്ടും നമുക്ക്. ഇനി അതിലേക്ക് ഞാൻ ഒരു പിടി വെളുത്തുള്ളി കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മളെ ഈ ഒരു ചട്നിക്ക് പ്രത്യേക ടേസ്റ്റ് തന്നെ ഉണ്ടാകും. അങ്ങനെ വെളുത്തുള്ളി ഇട്ടിട്ട് ഒന്ന് അങ്ങോട്ട് വഴറ്റിയതിൻ്റെ ശേഷം നമ്മൾ പുളി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിനുള്ള പുളി ഇട്ടിട്ടുണ്ട്. അത് കുരുല്ലാത്തത് വേണം കേട്ടോ ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നന്നായി അങ്ങോട്ട് വഴറ്റിയിട്ട് നമ്മൾക്ക് ഇതും കൂടി അങ്ങോട്ട് പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കണം. ഇപ്പം ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നില്ല, ഇതിന് ശേഷമാണ് കേട്ടോ ചേർത്തത്. അപ്പോൾ ഇതേ ചീനച്ചട്ടിയിലേക്ക് തന്നെ നമ്മൾ മല്ലിയില കഴുകി മാറ്റി വെച്ചതാണ്, കഴുകി വാര വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഒന്നങ്ങോട്ട് കയ്യിൽ കിട്ടണം നമുക്ക്. അപ്പോൾ ഞാൻ ഇപ്പോഴാണ് കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തത്. അപ്പോൾ വെളിച്ചെണ്ണ ഒരു തുള്ളി ഒഴിച്ചിട്ട് അതും കൂടി ഒന്നങ്ങോട്ട് വഴറ്റി ഇതും കൂടി മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ വഴറ്റിയെടുക്കുന്ന പരിപാടി ഇവിടെ കഴിഞ്ഞേക്കണ്. ഇനി നമുക്ക് തീ ഓഫാക്കി ചീനച്ചട്ടിനൊക്കെ അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമ്മൾ ഫസ്റ്റ് നമ്മൾ വറുത്ത് കോരി വെച്ചില്ലേ നിലക്കടലയും അതുപോലെ പരിപ്പും പിന്നെ ഉഴുന്നും അതുപോലെ നല്ല ജീരകമൊക്കെ അതൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത് പൊടിച്ചെടുക്കുന്ന നേരം കൊണ്ട് നമ്മളത് ചൂടാറി കഴിഞ്ഞപ്പോൾ നമ്മൾ ജാറിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഇനി ഇത് നമുക്കൊന്ന് നന്നായി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അങ്ങനെ ഞാൻ അരച്ചെടുത്ത് വന്നതിൻ്റെ ശേഷമാണ് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മിക്സ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് അങ്ങോട്ട് അരച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ട് യോജിക്കട്ടെ. അതിൻ്റെ ഇടയിൽ നമുക്ക് ഉപ്പില്ല എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് ഉപ്പൊക്കെ ചേർത്തിട്ട് അരക്കാം കേട്ടോ. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാം.